ജോൺസേട്ടാ നമസ്കാരം. ആ ജോൺസേട്ടൻ കാലങ്ങളായിട്ട് ജെ ജെ ഏജൻസീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സ്ഥാപനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് വ്യക്തികൾ ജോൺസേട്ടനെ കാണാൻ വരുന്നതായിട്ടും മറ്റും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കച്ചവടത്തിനായിട്ടല്ല, അത് മാത്രം കച്ചവടത്തിന് മാത്രമല്ല, അത് തന്നെ മറ്റു പല കാര്യങ്ങൾക്കും അവരുടേതായ കാര്യങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും മറ്റും വരണ കാണുന്നുണ്ട്. അപ്പോ ഇത്തരത്തിലെ ആളുകൾ വരുമ്പോ അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുമ്പോ ഒരു സ്ഥാപനമായിട്ട് മുന്നോട്ട് പോകുമ്പോ സമയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ഇത്തരത്തിൽ അവരുടെ അവരുടെ കയ്യിൽ നിന്ന് യാതൊരു പ്രതിഫലമോ കാര്യങ്ങളൊന്നും വാങ്ങിക്കാതെ ഈ സമയം ചെലവാക്കി ഇങ്ങനെ ഇത് ചെയ്യുമ്പോ ഇത് കച്ചവടത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാറുണ്ടോ? ഇത് നമ്മുടെ കടയിൽ വരുന്ന ആളുകളുടെ അടുത്താണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. വരുന്ന ആൾ ഭൂരിപക്ഷം നമ്മളോട് സ്നേഹമായിട്ട് വരുന്ന ആളാണ്. അപ്പോൾ നമ്മളൊരു ആളായിട്ട് വരുന്നു, അവരുടെ അടുത്തൊരു കാര്യം പറഞ്ഞു, അവർക്ക് ആ കാര്യം 100% ബോധ്യം വിശ്വാസം വരും. പിന്നെ നമ്മുടെ കടയിലെ സാധനങ്ങളുടെ ക്വാളിറ്റി അങ്ങനെ വിശ്വാസമുള്ള ആളുകളിലാണ് വരുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് പറയുമ്പോൾ അവർക്കത് ബോധ്യപ്പെടുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, മറ്റൊരാളുടെ അടുത്ത് പറയും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഉത്തരമുണ്ട് എന്നൊരു ഇത് വരും. പിന്നെ നമ്മളെ കാണാൻ വരുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ ഈ സാധനം മേടിക്കാൻ വരുന്ന ആളുകൾ രാവിലെ നമ്മളൊരു 10 തൊട്ട് രാത്രി ഒരു 8:30 വരെ വരുമല്ലോ. പക്ഷേ ഈ സംസാരിക്കാൻ വരുന്ന ആളുകൾ നമ്മൾ ഭൂരിഭാഗം നമ്മളൊരു 2 മണി മുതൽ ഒരു 4 മണി വരെയുള്ള സമയമാണ് നമ്മളെപ്പോഴും പറയുന്നത്. അതിൻ്റെ കാര്യം നമ്മളൊരു കുരിയച്ചറയാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. കുരിയച്ചറയുടെ ഇത് വെച്ചിട്ട് നമ്മൾ രാവിലെ മുതലൊരു ഉച്ച വരെയൊക്കെ ആകുമ്പോഴേക്കും ഒരു സാധാരണഗതിയിൽ നോർമലി വരുന്ന ആളുകൾ നിൽക്കും. പിന്നീട് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, 2 മണിക്ക് കഴിഞ്ഞാൽ അവിടെ ആളുകൾ പൊതുവെ വെച്ച് കഴിഞ്ഞാൽ കടകളിലേക്ക് വരൽ കുറയും. പിന്നെ ഒരു 5 മണി കഴിഞ്ഞിട്ടൊക്കെയാണ് വരിക. അപ്പോൾ 2 മണി തൊട്ട് 4 മണി വരെയുള്ള സമയത്ത് നമ്മൾ ആളുകൾ കാണാൻ വരുന്ന ആളുകൾ വരുന്ന അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്നു. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരു നഷ്ടം വരുന്നില്ലല്ലോ. കാരണം ഒന്ന് നമ്മൾ ചെയ്യുന്നതൊരു ഉപകാരമാണ്. അപ്പോൾ അവർക്ക് അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഗുണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ 4 ആളുടെ അടുത്ത് പറയുന്നു. അപ്പം അങ്ങനെ പറയുമ്പോൾ ആ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ആൾ വന്ന് അവർക്ക് തൃപ്തിയായിട്ട് പോവുകയാണെങ്കിൽ അവർ വേറെ ആളോട് പറഞ്ഞു. അപ്പോൾ അവർ വഴിക്ക് മറ്റൊരാളോട് പറഞ്ഞു. എക്സ്ട്രാ ആളുകൾ വരാനുള്ളൊരു സാധ്യതയാണ് അതിലുള്ളത്. പിന്നെ നമ്മൾ ഈ എപ്പോഴും ഈ സമയത്താണല്ലോ നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ നമുക്കൊരു നഷ്ടം വരുന്നില്ല. അതാണ് അതിൻ്റെ മെയിൻ കാര്യം. അപ്പോ ഇത്തരത്തില് ഞാൻ ചോദിക്കട്ടെ, ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ ആൾക്കാർ കാണാൻ പോകുമ്പോ സാധാരണ ജ്യോത്സ്യന്മാരെ അവരൊക്കെ എടുത്ത് ഇതേപോലെ പോണ കാണാം. അപ്പൊ ഈ പ്രതിഫലം അവരെ പ്രതിഫലം കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പൊ ഇത്തരത്തിൽ ജോൺസേട്ടൻ എന്തെങ്കിലും പ്രതിഫലമായിട്ട് വാങ്ങിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും തരാൻ ശ്രമിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് ആളുകള് നമ്മളെ സംബന്ധിച്ചുള്ള അവര് നമ്മളെ കാണാൻ വരുമ്പോൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, നമ്മളെ കടയിൽ നിന്ന് കുറെ സാധനങ്ങൾ അവര് വാങ്ങി കൊണ്ടുപോകുമല്ലോ. അപ്പൊ അവരിപ്പോ നമ്മളടുത്ത് സംസാരിച്ച് പോകുമ്പോൾ അവർ വെറും കൈയോടെ നമ്മളിപ്പോൾ പൈസയും കാര്യങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു നമ്മൾ എന്തെങ്കിലും ഒരു പൈസ വാങ്ങിക്കാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യും, നമ്മുടെ കടയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ അവർ വാങ്ങുന്നു സ്വാഭാവികമായിട്ട്. ഇപ്പോൾ ബിരിയാണി അരിയോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ മസാല അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കുന്നു. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അവർ വന്നിട്ട് അങ്ങനെ പോവില്ലെന്ന്. പിന്നെ ചില വ്യക്തികളുണ്ട്, അവർക്ക് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ വളരെ വിഷമാവും എന്നുള്ള തരം ആളുകൾ. അവർ സ്വാഭാവികമായിട്ട് എന്താ പറയുക, ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും ഒരു ഇതൊക്കെ വരുമ്പോൾ അവരെന്തെങ്കിലും എന്ത് ചെയ്യും, ഒരു ഗിഫ്റ്റ് പോലെയൊക്കെ ചിലപ്പോൾ തരും. അപ്പം നമ്മളത് വാങ്ങിച്ചില്ലെങ്കിൽ അവർക്ക് വളരെ പ്രയാസമാവുന്നതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്നു. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കില്ല. എപ്പോഴും അവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ മേടിക്കുക, പിന്നെ അവർ 4 ആളോട് പറയുക. അപ്പം നമുക്കതൊരു 4 ആൾ നമ്മുടെ കടയിലേക്ക് വരാനായിട്ട് അവർ അത്ര ചെയ്യും. അതന്നെ നമ്മളൊരു ഗിഫ്റ്റാണെന്ന് മനസ്സിലായില്ലേ. പിന്നെ ഇതിൽ നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ട് ബന്ധപ്പെടുന്ന നമ്മളോട് സ്നേഹമുള്ള ആളുകൾ, അവർക്ക് നമ്മൾ സ്നേഹം വരും. അവർ ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് ഉറപ്പായിട്ട് അവർ പറഞ്ഞിരിക്കും, നിങ്ങൾ അവിടേക്ക് പോയിക്കോളൂ, അവിടെ പോയാൽ നല്ലതാണ് എന്ന് പറഞ്ഞ് വിടുമ്പോൾ അത് നമ്മുടെ കടയ്ക്കൊരു മെച്ചാണ്. അപ്പം നമ്മളിപ്പോൾ 34 വർഷമായല്ലോ സ്ഥാപനം തുടങ്ങിയിട്ട്. നമ്മൾ 5 കൊല്ലം 10 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഓരോ ഏരിയയിൽ നോക്കി കഴിഞ്ഞാൽ കടകൾ ഇങ്ങനെ പൂട്ടിപ്പോണ ചരിത്രമാണുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം കാലങ്ങളായിട്ട് ഒരു മാതാപിതാക്കൾ വന്നു, അവരെ മക്കൾ വന്നു, അടുത്ത സഹോദരന്മാർ വന്നു, അങ്ങനെ ഒരു ചങ്ങല കണ്ണി പോലെ അവരിങ്ങനെ വരാനുള്ളൊരു ചാൻസ്, ആ സാധ്യത തന്നെ നമ്മളെ ആളുകളായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ടും അവരായിട്ട് നമ്മളായിട്ട് സംസാരിക്കാനുള്ള ചാൻസ് ഇത് ഉള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതൊരു ചങ്ങലക്കണ്ണി പോലെ നമ്മൾ ഇനിയും തുടർന്നുകൊണ്ട് പോവുക എന്നുള്ളതാണ് അതിൻ്റെ പോയിന്റ്. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോ ഇത്തരത്തില് ഒരു ആൾക്കാർ വരുമ്പോ
അവരെ എങ്ങനെയാണ് അവരെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും? അത് നമ്മളെപ്പോഴും മനുഷ്യരുടെ മനസ്സിനെയാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഒരു ആള് വരുമ്പോൾ തന്നെ അവർ ഒന്നോ രണ്ടോ വാക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ആയിരിക്കുന്ന അവസ്ഥകൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സാധാരണ ഈ കൗൺസിലിന് ചെല്ലുമ്പോൾ കണ്ടമാനം കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് ഒരു 1000 വിഷയങ്ങൾ പറഞ്ഞിട്ട് തിരിച്ചു മറിച്ച് നമ്മളൊരു ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ചോദിക്കാനായിട്ട് നിൽക്കാതെ തന്നെ ഒന്നോ രണ്ടോ വാക്കിൽ കൂടി അവർക്ക് പറയാനുള്ള മുഴുവൻ അങ്ങോട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമായി. അവരൊരു കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാൻ്റെ സാഹചര്യം വരുന്നില്ല. നമുക്ക് അവർക്ക് സൊല്യൂഷൻ വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നു. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അവരുടെ ഉള്ള കാര്യങ്ങൾ പറയേണ്ട വിഷയം വരുന്നില്ല. പിന്നെ അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒഴിവുള്ള സമയത്ത് പിന്നീട് അവർക്ക് പറയാനുള്ള മുഴുവൻ അവർ ഫോണിലൂടെ വിളിച്ച് പറയുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ ആരും അറിയുന്നില്ല. ഇപ്പം നമ്മൾ കടയിൽ തന്നെ വന്നു അവർക്ക് ഇങ്ങനെ ഓപ്പണായിട്ട് പറയേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. അവർ പറയാതെ തന്നെ നമ്മൾ അങ്ങോട്ട് പറയല്ലേ, കാര്യങ്ങൾ മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പറയുന്നു. പിന്നെ അവർ പറയുന്ന മുഴുവനും ഫോണിൽ കൂടിയാണ്. പിന്നീട് എന്തെങ്കിലും ഫോളോ അപ്പ് വേണമെങ്കിൽ അവർ ഫോൺ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുന്ന ആർക്കാണെന്നോ അവിടെ കടയിലുള്ളവർക്ക് വരുന്നവർക്കോ അറിയുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് അവർ തങ്ങളും തൃപ്തിയാകുമ്പോൾ അവർ മറ്റൊരാളോട് പറയും, അവർക്ക് തൃപ്തിയാകുമ്പോൾ മറ്റൊരാളോട് പറയും. അപ്പോൾ അവരെന്തായാലും വെറും കൈയോടെ വരില്ലല്ലോ, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് വന്ന് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകും. അപ്പോൾ അത് നമുക്കൊരു കച്ചവടത്തിനൊരു പരസ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ ചില ആളുകൾക്ക് നമ്മൾ ഇങ്ങനെ അവർക്ക് ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയില്ലെങ്കിൽ വളരെ വിഷമം പ്രയാസം വരുന്ന സൈസ് പ്രകൃതിയുള്ള ആളുകളുണ്ട്. നമ്മൾ സാമ്പത്തികമായിട്ട് സെറ്റപ്പുള്ളവർ, നല്ല സെറ്റപ്പുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർക്ക് എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ചു, അപ്പം നമ്മൾ അത് പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്ന ഒരു തരത്തിൽ ഒരു കാര്യം ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ തരും. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ആ ഒരു വിഷയം ഉണ്ടെന്ന്. പിന്നെ ഈ പല ആളുകളും ഇങ്ങനെ എന്താ പറയുക, അവർക്ക് പല വിഷയങ്ങളിലും ആളുകളുടെ ഭൂരിഭാഗം പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിഷയങ്ങൾ ഇത് ആരോടെങ്കിലും ഒന്ന് പറയണം, അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക, അവരുടെ ഉള്ളിലുള്ള പ്രയാസം പറയാം. അത് കേട്ടാൽ അത് മനസ്സിലാവുന്ന ഒരാളുണ്ടാവണം. കാരണം പല ആളുകൾക്കും പല കൗൺസിലർമാരുടെ അടുത്ത് ചെന്ന് കൗൺസിൽ ചെയ്യാനൊക്കെ പോയാൽ ഇവരുടെ ഉള്ളിലുള്ള വിഷയം അപ്പുറത്തുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല. ഇവര് ഒരു മണിക്കൂർ സംസാരിച്ചാലാണ് കേൾക്കുന്ന ആൾക്ക് ഇത് മനസ്സിലാവുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്ക് വരുന്നതുകൊണ്ട് അവർ അരമണിക്കൂർ പറയേണ്ട ആൾക്ക് 2-3 വാക്കുകൾ കൊണ്ട് തന്നെ അവരുടെ വിഷയങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് സംഭവിക്കുന്നു, വളരെ ലാഭമാണ്. ഒറ്റയടിക്ക് തന്നെ അവരുടെ എന്താ പറയുക, കണ്ടമാനം കഥകൾ പറഞ്ഞ് അവരുടെ ഉള്ളിലുള്ള അടിച്ചമർത്തപ്പെട്ട എല്ലാ വിഷമങ്ങളും പറയേണ്ടി വരുന്നില്ല. അല്ലാതെ തന്നെ അവർക്ക് പെട്ടെന്ന് റിലീഫായി പോകുന്നൊരവസ്ഥയാണ്. അത് ഭാവിയിലും നമ്മൾ ഇങ്ങനെ ആളുകൾ വരുന്നതിനനുസരിച്ച് നമ്മൾ ഇതനുസരിച്ച് മുന്നോട്ട് പോകും. ഇത്രയും കാലം തുടർന്നു കൊണ്ടുവന്ന പ്രക്രിയ മുന്നോട്ട് പോകും. നമ്മൾ ഇതിനു വേണ്ടി പരസ്യം കൊടുക്കാനോ അല്ലെങ്കിൽ ഇന്നമാതിരി ഒന്നും പറയുന്നില്ലല്ലോ. അതായത് ഇനിയിപ്പോ ജോൺസൺ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിലായാലും ഇപ്പോ കച്ചവടം കൂടാതെ കൗൺസിലിംഗ് മേഖലയിൽ കൂടി ഉന്നതിയിലേക്ക് എത്താൻ അല്ലെങ്കിൽ വളരാൻ അങ്ങനെ ഒരു ആഗ്രഹം എന്താ അതിനെ പറ്റി? അല്ല, ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് വന്നിട്ട് ഒരാൾക്ക് നമുക്ക് ഒരിക്കലും പൈസ കൊടുത്ത ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെ സമ്പന്നനല്ല, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കണ്ടമാനം പൈസ ഇല്ല. ഇപ്പൊ കുറെ ഒരാൾ വന്ന് അവരെ വിഷമം ഒന്ന് കുറച്ച് കാശ് പിടിച്ചു വന്നുകൊണ്ട് നമുക്ക് സഹായിക്കാൻ പറ്റുന്ന കണ്ടീഷനിലാണ്. നീ 1000 പിടിച്ചോ അല്ലെങ്കിൽ 10,000 പിടിച്ചോ എന്ന് കൊടുക്കാൻ പറ്റില്ല. ഇല്ല കാശ് നമുക്ക് ആവ് കൂടിയുള്ളത് നമ്മളെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു പ്രശ്നമായിട്ട് വരുമ്പോൾ നമുക്ക് അവർക്ക് ഏറ്റവും നല്ലൊരു വഴി ഇങ്ങനൊരു വഴി, നിങ്ങൾക്ക് ഇന്നമാതിരി അവസ്ഥയാണല്ലോ, അപ്പോൾ ഒരു കാര്യം ഇത്രയും കാലം നിങ്ങൾ പല സ്ഥലത്തും പോയി പല ആളുകളായിട്ട് ബന്ധപ്പെട്ടു, പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയയിലൊന്ന് പരീക്ഷിച്ച് നോക്കൂ എന്നുള്ളൊരു തന്ത്രം, ഒരു ഐഡിയ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതിപ്പോൾ ഏത് മേഖലയിലുള്ള ആളാണെങ്കിലും ഇതുവരെ കേൾക്കാത്ത ഒരു ഐഡിയ, ഇതുവരെ കേൾക്കാത്തൊരു തന്ത്രം ഈ പറഞ്ഞു കൊടുക്കും. പിന്നെ അവരെ നമ്മൾക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുവന്നു മനസ്സിലായിന്ന് അവർക്ക് ബോധ്യപ്പെടുകയെന്ന്. അവരെന്ത് പറഞ്ഞാലും അത് നമുക്ക് മനസ്സിലാവുന്നു. സാധാരണഗതിയിൽ അവർ പറയുന്നത് മനസ്സിലാവാതിരിക്കുന്ന വിഷയം വരുമ്പോഴാണ് വിഷയം വരുന്നത്. ഇതിപ്പോൾ എന്ത് പറയുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. മനസ്സിലാവുന്നതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ അവർ അംഗീകരിക്കുന്നു. കാരണം ഒരാളെ നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് അവർക്ക് ബോധ്യം വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പറയുന്ന അവരെടുക്കും. അപ്പോൾ ആ ഒരു വിഷയത്തിലാണ് നമ്മൾ നിലനിന്ന് പോകുന്നത്. അപ്പോൾ
അങ്ങനെ അവർക്ക് സന്തോഷം ഹാപ്പി ആവുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് പുറത്തൊരാളോട് പറയും, ആള് മറ്റൊരാളോട് പറയും. അങ്ങനെ നമുക്ക് ആളുകൾക്ക് അതിൽ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിലാണ് ആളുകൾ വരുന്നുള്ളൂ. അതല്ലാത്ത അവസ്ഥയിൽ വരുന്നില്ല. പിന്നെ നമ്മൾ ആരെയും പൈസ മേടിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. കാരണം ഒരിക്കലും നമ്മൾ എനിക്ക് ഇത്ര ഫീസ് വേണം അല്ലെങ്കിൽ ഇത്ര കാശ് വേണം നമ്മൾ പറയുന്നില്ലോ. അവർ സാധനം മേടിക്കാൻ വരുന്നു, സാധനം മേടിക്കുന്നതിനപ്പോൾ അവരുടെ വിഷയം പറയുന്നു, അപ്പം നമ്മൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നു. അല്ലാത്ത ആളുകൾ വിളിക്കുന്നു, വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നു, അപ്പം നമ്മൾ അതിനുള്ള ഉത്തരം കൊടുക്കുന്നു. അതിൽ നമുക്കിവിടെ ഭൂരിപക്ഷം ആളുകൾ വരുന്നതും വിളിക്കുന്നതൊക്കെ 2 മണി തൊട്ട് 4 മണി വരെ സമയമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ബാക്കി സമയത്ത് അവർ സാധനം മേടിക്കാൻ വരും. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇങ്ങനെ എന്തായാലും ഞാൻ മുന്നോട്ട് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏജ് മാറി വരില്ലേ, കയറി വരികയാണ്. അപ്പം ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് പ്രായം കയറി വരും തോറും സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ പറയുക, പറ്റുന്ന കാര്യം ആകെ കൂടിയിട്ട് നമ്മുടെ അറിവാണ്. അറിവ് മീൻസ് ജീവിത സാഹചര്യവും ജീവിത അനുഭവം കൊണ്ട് കിട്ടിയിട്ടുള്ള അറിവ്, അല്ലാണ്ട് നമ്മൾ പഠിച്ചെടുത്തുള്ള അറിവല്ല. അപ്പം ഈ അറിവ് എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അവരാഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു എന്ന് മാത്രം. അത് തുടർന്നുകൊണ്ടിരിക്കും, നമുക്ക് പറ്റുന്ന കാലത്തോളം തുടർന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ അല്ലാതെ ഇതൊരു പ്രൊഫഷണലായിട്ട് എടുക്കാനല്ല. ജനം ആഗ്രഹിക്കുകയാണെങ്കിൽ അതുപോലെ നമ്മൾ പോകുന്നു മാത്രമാണ്. നമ്മൾ ഇതിൽ ഇതാക്കി വരുന്നില്ല എന്ന് മാത്രം. എന്താണ്